നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. BRC നിയമിച്ച അധ്യാപിക എത്താത്തതിനെ തുടർന്ന് കൊടിഞ്ഞി കാളംതിരുത്തി ബദൽ സ്കൂളിലെ പ്രവേശനോത്സവം വൈകി. കുട്ടികളും രക്ഷിതാക്കളും എത്തിയിരുന്നെങ്കിലും അധ്യാപിക എത്തിയിരുന്നില്ല. പിന്നീട് ഇവർ എത്തിയ ശേഷമാണ് പ്രവേശനോത്സവം നടത്തിയത്. സ്കൂളിൽ BRC നിയമിച്ച ഒരു അധ്യാപികയും PTA നിയമിച്ച 3 അധ്യാപകരുമാണുള്ളത്. രാവിലെ 10-ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിയിരുന്നു. അപ്പോൾ സ്കൂളിലെ പാചകക്കാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് PTA നിയമിച്ച അധ്യാപകർ എത്തി. എന്നാൽ BRCയിലെ അധ്യാപിക എത്താത്തതിനാൽ PTA നേതൃത്വത്തിൽ രക്ഷിതാക്കൾ പുറത്തു കാത്തുനിൽക്കുകയായിരുന്നു. പ്രതിഷേധമുണ്ടാക്കുകയും നിരന്തരം വിളിക്കുകയും ചെയ്തപ്പോഴാണ് അധ്യാപിക വന്നതെന്ന് PTA പ്രസിഡന്റ് KP ഇമ്പിച്ചിക്കോയ തങ്ങൾ പറഞ്ഞു. രക്ഷിതാക്കളും കുട്ടികളും പിന്നെ പുതുതായിട്ട് അഡ്മിഷനുള്ള 5 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി രാവിലെ ഒരു 10 മണിയായപ്പോൾ എത്തിയപ്പോൾ സ്കൂളിൽ ടീച്ചർമാരും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു 10:10 ആയപ്പോൾ അവരെല്ലാവരും വിളിച്ചു. അപ്പോൾ ഇവിടെ എത്തേണ്ട ടീച്ചർ ഉണ്ടായിരുന്നു, അവർ വേറെ സ്കൂളിൽ കോർഡിനേറ്റർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും രക്ഷിതാക്കൾ പ്രശ്നമാകാനുള്ള കാരണം ഇവർ 15 ദിവസം കഴിഞ്ഞ ഇതിൽ ഒരു മാസത്തിൽ 15 ദിവസമൊക്കെ ലീവായിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ കോർഡിനേറ്റർ ചുമതല ഉണ്ട് എന്ന്, സ്കൂളുകളിലേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലീവുകൾ ഏറി വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 117 കുട്ടികളെ പഠിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ആകെ തന്നത് ഈ ടീച്ചറാണ്. ഈ ടീച്ചർ ഒരു മാസത്തിൽ 15 ദിവസം ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്കൂളിൻ്റെ അവസ്ഥ? അപ്പോൾ ഈ ടീച്ചർക്ക് കോർഡിനേഷൻ ചുമതലയായിട്ട് കൊടുത്ത ആ ഉദ്യോഗസ്ഥൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൽ ഇരിക്കാൻ അർഹത ഉണ്ടാ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ കോലത്തിൽ ആറ്റുനോറ്റ് കുട്ടികൾ, പുതിയ കുട്ടികളും പഴയ കുട്ടികളും സ്കൂളിലേക്ക് എല്ലാ കുട്ടികളും രക്ഷിതാക്കളും വരുന്നതുമായി വന്നപ്പോൾ സ്കൂൾ പൂട്ടിക്കെടുക്കുമ്പോൾ അവരെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഈ ടീച്ചർ പല ദിവസങ്ങളും ഇതേമാതിരി ലീവാണ്. കാരണം അവരെ പ്രശ്നമല്ല, പഞ്ചായത്തിലെ വേറെ ജോലി, പഞ്ചായത്തിൻ്റെ സ്കൂൾ കോർഡിനേറ്റർ എന്ന ചുമതല കൊടുത്തുകൊണ്ട് പല ദിവസങ്ങളിലും അവർക്ക് അവരെ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ടും ഈ സ്കൂളിൽ ഇത്രയും കുട്ടികൾ നിൽക്കുന്നത് ചുറ്റുഭാഗം പുഴയാലും പാടങ്ങളാലും ഉള്ള ഒരു തുരുത്താണ്. ഈ പ്രദേശത്തിന്റെ പേര് തന്നെ കാളംതിരുത്തി എന്നാണ്. അപ്പൊ ഈ തിരുത്തുനിന്ന് പൊതുഗതാഗതം ഇല്ല, പുറത്തേക്ക് പോകാനുള്ള മാർഗമില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഇവിടെ നിന്നതും. പിന്നെ കോടതി ഈ സ്റ്റേ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സ്കൂൾ ഇങ്ങനെ നിൽക്കേണ്ടത്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ, ഇവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ ആണ് അത്യാവശ്യം. തുടർന്ന് ഇതൊരു LP ആക്കി മാറ്റണം എന്നാണ് ഇവിടുത്തെ രക്ഷിതാക്കൾ ആവശ്യം. ഇനി ഇതേമായിട്ടൊരു വീഴ്ച ഈ BRCന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഞങ്ങൾക്ക് ഉണ്ടാവരുത്. ഞങ്ങളെ കുട്ടികളെ വേറെ എവിടേക്കും കൊണ്ടുപോകാൻ തൊട്ടടുത്ത് 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ LP സ്കൂളില്ല. അവരെ പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് കൊടുക്കാൻ ഈ രക്ഷിതാക്കൾക്ക് വേറെ വകയില്ലാത്തത് കൊണ്ടാണ് ഈ സ്കൂളിനെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ സ്കൂൾ LP ആക്കി തരണം. നമ്മളെ അബ്ദ്രബ് മിനിസ്റ്റർ ആയിരിക്കുന്ന 110 സ്കൂളുകൾ LP ആക്കാൻ വേണ്ടി മാറ്റിവെച്ച സ്കൂളിൽപ്പെട്ട സ്കൂളുകളാണ് ഈ സ്കൂളുകൾ. ഈ മലപ്പുറം ജില്ലയിലെ 6 MGLCകൾ അതിൽപ്പെട്ട സ്കൂളാണ്. ആ സ്കൂൾ പോലും അവസ്ഥ ഇതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സ്കൂളിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രവേശനോത്സവം രക്ഷിതാക്കളും കുട്ടികളും MLAക്കും അതുമായി തന്നെ പ്രാദേശിക സർക്കാരായ പ്രസിഡന്റിനും എല്ലാവർക്കും വിളിച്ചു പറഞ്ഞപ്പോൾ 10:45 ടീച്ചർ വേറെ ഏതോ സ്കൂളിൽ നിന്ന് ഒരു ഓട്ടോയും വിളിച്ച് 10:45 ഇവിടെ എത്തി. അതിനുശേഷമാണ് സ്കൂളിലെ പരിപാടികളൊക്കെ തുടങ്ങിയത്. ഇവിടെ ഉള്ള അധ്യാപകർ വെച്ചാൽ ഈ സർക്കാരിന്റെ BRC മുഖേന ഒരു അധ്യാപകയും പിന്നെ PTA കമ്മിറ്റി അവരെ സഹായിക്കാൻ വേണ്ടി 2 അധ്യാപകരെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ സർക്കാരിന്റെ വക പാചകക്കാരുണ്ട്, അതുപോലെ തന്നെ എല്ലാ അരി വരുന്നുണ്ട്, അതും പാചകക്കാർക്ക് ശമ്പളം വരുന്നുണ്ട്. അതേമാതിരി പച്ചക്കറി, കോഴിമുട്ട, പാല് ഇതിനുള്ള പണം എത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ അധ്യാപകരെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ പുസ്തകം യൂണിഫോം എല്ലാം എത്തുന്നുണ്ട്, സഹായങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അധ്യാപകരില്ല പഠിപ്പിക്കാൻ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതേസമയം നന്നമ്പ്ര പഞ്ചായത്ത് ക്ലസ്റ്റർ കോർഡിനേറ്റർ ആയതിനാൽ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന കൊടിഞ്ഞി GMUP സ്കൂളിൽ ആയിരുന്നെന്നും മറ്റു അധ്യാപകർക്ക് ചുമതല നൽകിയിരുന്നതായും BRC അധ്യാപികയായ നബീല പറഞ്ഞു. ഇതില്ല, 10:30 പ്രവേശനോത്സവം നടന്നിട്ടുണ്ട്. ഞങ്ങൾ വൈകി എന്നുള്ളൊരു ഇതാണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ 10:09 എത്തിയ ടീച്ചർമാരും 10:13 എത്തിയ ടീച്ചർമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ PTA-കാരെന്ത് ചെയ്തു, രണ്ടാമത് ഞങ്ങളെ കൊണ്ടുപോയി ഗേറ്റ് അടച്ചിട്ട് പിന്നെ ഞങ്ങൾ വൈകിക്കണെന്നുള്ളൊരു ഇത് ഉണ്ടാക്കിയതാണ് അവര്. അല്ലാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ വന്നപ്പോ 3 കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ.
പ്രസിഡന്റും താത്തയും ഇവിടെ ഉണ്ട്. അതിന്റെ മുന്നേ ഞങ്ങളെന്നും ഞങ്ങളെ സ്കൂളിൽ തുറക്കുകയും അടക്കൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന താത്തയാണ്. അവരിന്ന് 9:30 തന്നെ വന്നിട്ട് ഇവിടെ ക്ലീൻ ആക്കി സ്കൂളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അവരെയും ഈ കുട്ടികളെയും കൂടെ പുറത്താക്കി ചാവി കൊണ്ട് അടച്ചു എന്നാണ്, ചാവി ഇട്ട് ലോക്കാക്കി. ഫോട്ടോയില് ഞങ്ങളും കൂടി ഉണ്ടാവും. ഞങ്ങൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇട്ട ഫോട്ടോയില് ഞങ്ങളും കൂടി ഉണ്ടാവും. ഞങ്ങൾ ആ ഫോട്ടോയിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇവിടെ പ്രവേശനോത്സവത്തിന് എന്നത്തെ പോലെ തന്നെ നടന്നിട്ടുണ്ട്. ആ കൃത്യം ടൈം ആയപ്പോ ഞാൻ വന്നിട്ടുണ്ട്. ഞാനാണ് BRC സ്റ്റാഫ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മള് കൊടിഞ്ഞിയില് അവിടെ BRCയിൽ സ്റ്റാഫ് കുറവായതുകൊണ്ട് തന്നെ കൊടിഞ്ഞിയിൽ ഒരു പ്രവേശനോത്സവത്തിന് കയറിയിട്ട് ഇങ്ങോട്ട് എത്താറുണ്ട്. ഇവിടെ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലേ. ഇല്ല, ഇവിടെ 4 വർഷമായിട്ട് നമ്മളെ താനൂർ BRC വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ട് ഞങ്ങളാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. അക്കാദമിക പിന്തുണക്ക് തന്നിട്ട് പോലും ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളിത് വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതെന്താണ് ഇന്ന് ലക്ഷ്യം വെച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എന്താന്ന് അറിയുന്നില്ല. അഡ്മിഷൻ നേരത്തെ എടുത്തിട്ടുണ്ടല്ലോ, പക്ഷെ പ്രവേശനോത്സവ സമയത്തും വരലുണ്ട്. ഇന്ന് പക്ഷെ കുട്ടികൾ ആരും വന്നിട്ടില്ല. നേരത്തെ അത് താൽക്കാലികമായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം വന്ന കുട്ടിയാണ്. 1ാം ക്ലാസ്സിൽ അങ്ങനെ യാതൊരു രീതിയിലും ഇതെന്താന്നുള്ള സാധാരണ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ചിലപ്പോ പഞ്ചായത്തിൽ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഇവിടെ വന്നിട്ടാണ് ചെയ്യാറ്. ഇതിപ്പോ എന്താ അങ്ങനെ എന്നുള്ള അറിയില്ല. ഇപ്പൊ PTA ഇടപെട്ട് നടത്തി കൊണ്ടുപോകുന്നതാണ് സ്കൂളിപ്പോ. നമ്മളും അതിനനുസരിച്ച് നമ്മളെ BRCന്റെ എല്ലാവിധ സപ്പോർട്ട്, അക്കാദമിക് എന്ന് പറഞ്ഞിട്ട് അക്കാദമിക് അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ സ്റ്റാഫും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ വർക്കൊക്കെ മറ്റുള്ളവരും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ഒരാൾ ഇവിടേക്ക് വരുന്നത്. സ്കൂളിൽ ചുമതല ശരിക്കും BRC കോർഡിനേറ്റർക്ക് ഉണ്ടോ? അറിയില്ല, പ്രഥമാധ്യാപകനായിട്ടൊന്നുമല്ല, അക്കാദമിക പിന്തുണ എന്നുള്ളത് മാത്രമാണ് എന്റെ ഓർഡറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മളെ വിട്ടിട്ടുള്ളത്. പഠിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടിക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോ ഒരു HM ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വന്നു. ഞാനും ടീച്ചറും കൂടിയാണ് ചെയ്യുക. എന്നിട്ടും ലാസ്റ്റ് ഇന്ന ഒരു ദിവസം വല്ലാത്തൊരു ഇഷ്യൂ ആയിപ്പോയി. ഇന്നലെ വരെ നമ്മൾ BRCന്റെ ഡ്യൂട്ടിയിലായിരുന്നു. ഇന്നായപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത്. ഇത് നമ്മള് ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ക്ലസ്റ്റർ കോർഡിനേറ്റർ ആയിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ എന്താ പറയുക, കോടതി വിധി പ്രകാരമാണ് താൽക്കാലികമായിട്ട് 22 ഒരു ഓർഡർ വന്നത്. ഇവിടേക്ക് ഒരു പഠന പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് പോണം എന്നുള്ളത്. അങ്ങനെ വന്നതാണ്. ഇവിടെ എത്തിയപ്പോ എല്ലാ ചുമതലയും ഇപ്പൊ നമുക്കിപ്പോ ദൂരെന്ന് വന്നിട്ട് ഇത് തുറക്കല് പ്രാവർത്തിയിൽ ഇവിടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓപ്പൺ ആക്കലും ക്ലോസ് ചെയ്യലും ഒക്കെ സാധാരണ അവർ തന്നെയാണ്. കാരണം ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ. ഇതൊരു ഒറ്റപ്പെട്ട ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ ദൂരത്തുള്ളവരാണ്. ഞാനും സുബിത ടീച്ചറും ഈ ടീച്ചറും ഫസീല ടീച്ചറും. അപ്പൊ ഹബീബ് ടീച്ചറാണ് അല്ലാത്ത സമയത്ത് ഓടിയെത്തിയ ടീച്ചർ അതേപോലെ വന്നതും ചെയ്തിട്ടുണ്ട്. വിഷയം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് പച്ചായി മൊയ്തീൻകുട്ടി മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് സൗദ മരിക്കാറുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP ഷൌക്കത്ത് അലി, മെമ്പർമാരായ ഷമീമ, സഫ്വാൻ, ഫൈസൽ കുഴിമണ്ണിൽ, റഷീദ് മറ്റത്ത് എന്നിവർ സ്കൂൾ സന്ദർശിച്ചു. അധ്യാപകരിൽ നിന്നും PTA-യിൽ നിന്നും വിശദീകരണം തേടി. 25 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നതാണ് കാളംതിരുത്തി ബദൽ സ്കൂൾ. പുഴയും തോടും വയലും ചുറ്റുമുള്ള തുരുത്താണ് കാളംതിരുത്തി പ്രദേശം. ഇവിടുത്തെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നേടാൻ പുറത്തുപോകാൻ ഗതാഗത സൌകര്യമില്ലാത്തതിനെ തുടർന്ന് നാട്ടുകാർ ആരംഭിക്കുകയും പിന്നീട് DPEP ഏറ്റെടുത്തതുമായിരുന്നു. SSAയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ബദൽ സ്കൂൾ കഴിഞ്ഞ LDF സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ PTA ഹൈക്കോടതിയെ സമീപിച്ച് സ്കൂൾ തുടരാൻ വിധി നേടുകയായിരുന്നു. സ്കൂളിൽ അക്കാദമിക് സൌകര്യത്തിന് ഒരു അധ്യാപികയെ നിയമിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കോടതിയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താനൂർ BRCയിൽ നിന്നും ഒരാളെ നിയമിച്ചത്. 1 മുതൽ 4 വരെ ക്ലാസുകളാണുള്ളത്. 2 ക്ലാസ് മുറികളിലായാണ് 4 ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ 100-ലേറെ കുട്ടികൾ ഉണ്ടായിരുന്നു. അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതോടെ കുട്ടികൾ പകുതിയിലേറെ കുറഞ്ഞു. പൊതുഗതാഗത സൌകര്യമില്ലാത്ത ഉൾപ്രദേശമായതിനാൽ ദൂരെയുള്ള സ്കൂളിലേക്ക് പോകാൻ സൌകര്യമോ പണം മുടക്കി വാഹനം ഏർപ്പാടാക്കാൻ സാമ്പത്തികമോ ഇല്ലാത്തവരാണ് ഭൂരിഭാഗവും. സ്കൂളിൽ ഉച്ചഭക്ഷണം, യൂണിഫോം, പുസ്തകങ്ങൾ എന്നിവ സർക്കാർ നൽകുന്നുണ്ട്. നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്താൽ 3 അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത്. സ്കൂൾ LP സ്കൂളായി ഉയർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. Amia Gold and Diamonds, Bypass Road, Chaman, 0494 24 62916.